ചിക്കു പറിക്കാൻ പോകുന്നത്. ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടി എന്നാ ബദ്രി സപ്പോട്ട പറിക്കാൻ പോട്ടോ. നമ്മളെ സപ്പോട്ട ചിക്കു കേറി പറിക്ക ബദ്രി. നീ കാണിച്ച ബദ്രി സൈഡിലിട്ട് വെക്ക്. ഇവിടെ വെക്ക്, ഇവിടെ വെക്ക്. അവിടെ സൈഡിൽ വെച്ചോ, വെച്ചോ വെക്ക്. ബദ്രി പിടിക്കണേ. ക്യാച്ച്. എടുക്ക് എടുക്ക് എടുക്ക്. കിട്ടിയോ? ആ കൊണ്ടുവെക്ക്. പാല് കൈക്ക് വെക്കണ്ട. പാല് അതിന് പാല് ഉറ്റുന്നേ, അത് സാരമില്ല. കയ്യിൽ വെക്ക്. ആ കൊണ്ടുവെക്ക്. അവിടെ വെക്ക്. അടുത്തത് അടുത്തത് അടുത്ത് വീണിട്ട് അടുത്ത് വീണിട്ട് എടുക്ക് എടുക്ക് എടുക്ക്. അതിനെടാ അപ്പൂപ്പൻ താടി പറിക്കാൻ പോയേ ആശാൻ. എടാ ചിക്കു എടുക്കടാ. ഇതേ അതാ, ഇതാ 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 ബിഗ് വൺ ആട്ടോ. ബാ ഹൈറ്റാന്നല്ലേ. ഇതിൻ്റെ മേലെ കയറിയല്ലോ. ഞാൻ കയറട്ടെ. കണ്ട വഴക്കറി. അതാണ് മെയിൻ പ്രശ്നം. പണ്ട് ഇതിൻ്റെ മുകളിൽ ഫുൾ സ്ഥിരം കയറി പറിക്കുന്ന ആൾ ഞാനാട്ടോ. കയറാൻ വിടുന്നില്ല. അതിന് നമുക്ക് ലാസ്റ്റ് കയറാടാ. പറിക്ക് പറിക്ക് പറിക്ക്. പോരട്ടെ പോരട്ടെ പോരട്ടെ. ബദ്രി പറ. നീ എന്താ പറിക്കാത്ത? എന്നെ പറിക്കരുതോ. കുടുങ്ങിപ്പോയോ? അവിടെ വീണ് നോക്കുക. അപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ക്യാച്ച് ചെയ്ത് താഴത്ത് വീണാൽ പിന്നെ ചപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കാണത്തില്ലടാ. ചെക്ക് ചെയ്യാറാ. നീ വീഴുന്നില്ല. എടാ ബദ്രി അപ്പൂപ്പൻ താടി പറക്കുന്ന നോക്കി. അപ്പൂപ്പൻ താടി പറക്കുന്നുണ്ടേ. അതെ ഊത്. പറന്നു. ഊത് 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 ഊത്. ഇതെന്താ ഇത്? വീണ് വീണ്. അത് വീണ്. എടാ വീണടാ. എടുക്കടാ. എടുക്ക ബദ്രി. മൂത്തതായതുകൊണ്ട് വീഴും പെട്ടെന്ന്. കിട്ടിപ്പോയി കിട്ടിപ്പോയി. ബദ്രി സൂപ്പർ ഹീറോ. കൊണ്ടക്ക് കൊണ്ടക്ക് കൊണ്ടക്ക്. സ്റ്റൂളിൻ്റെ മേലെ കയറാൻ പറ്റില്ലപ്പാ. അത് നോക്ക്. ആ സൈഡ് വെച്ച് പറിച്ചാൽ മതി. വേണ്ട. അയ്യോ ചിക്കു പറിക്കാം. മരത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ആശ്വാസമായിരുന്നു. സുഖം പരിപാടി. പക്ഷെ കയറാൻ വിടുന്നില്ല. എങ്കിലും ഞാൻ ലാസ്റ്റ് കയറി തരാമേ. 4-5 പറിക്കാം. അടിപൊളിയായിട്ട് കിട്ടും. കിട്ടും. സെറ്റായിരിക്കും സാധനം. എടാ നീ എവിടെ ഓടുന്നു? എന്നിട്ട് നീ ചിക്കു പറിക്കുന്നില്ലല്ലോ. ബദ്രി ചിക്കു പറിക്കാന്ന് പറഞ്ഞാൽ വലിയ ആവേശം. എന്നിട്ട് മരത്തിൽ കയറാൻ തൊട്ട് ചിക്കൻ മരത്തിലൊന്നും കയറുന്നില്ല കേട്ടോ. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാ. എന്തുവാ? കയറണം. കയറിയാലല്ലേ പറിക്കാൻ പറ്റൂലൂ. നീ കയറാ. ഞാൻ നോക്കാം. അതുകൂടി അങ്ങ് വലിക്കാൻ പറ്റുമോ നോക്ക്. വലിയൊരു കൊക്ക വേണം കേട്ടോ. നമ്മളെ നാട്ടിൽ ഇത് കൊക്കാന്നാട്ടോ പറയുന്നത്. ഓരോ നാട്ടിൽ ഓരോന്നല്ലേ പറയാ. കണ്ണൂർ ഭാഷയിൽ കൊക്കാന്നാട്ടോ പറയാ. എന്തുവാ ശരി. ഒന്നാമത് ഈ ഇലയൊക്കെ കരിഞ്ഞ ഇല. അതുകൊണ്ട് അതിനിടയിൽ വീണ് കഴിഞ്ഞാലും മനസ്സിലാവത്തില്ല. അതാണ്. നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ചിക്കു പറിച്ച് പഴുപ്പിക്കുന്ന ടേസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനത്തിന് കിട്ടില്ല കേട്ടോ. അത് വേറെ തന്നെയാണ്. ഇനി തൊട്ട് അങ്ങോട്ട് ഫുൾ ഷേക്കടിയാണ്. ഷേക്കടി അല്ലോ. അതിൽ ഭയങ്കര ഹൈറ്റിലായിപ്പോയി. അതാണ് പ്രശ്നം. മരത്തിൽ കയറാതെ വേറെ നിവർത്തില്ല. നാളെ രാവിലെ എങ്ങാണ്ട് കയറണം. ഇനി സന്ധ്യ സമയത്ത് കയറുന്ന റിസ്ക് ആണേ. ഇതെല്ലാം കണ്ടതോ വലിയ സാധനം. ഇത് ആ മേലെന്ന് വീണ്ടും സാധനം പൊട്ടിപ്പോയി. ഇത് 2 ദിവസം കൂടെ വെച്ചാൽ പഴുക്കായിരുന്നു. ഇതിൻ്റെ വലുപ്പം നോക്കി. ഇതാണ് അവസ്ഥ. പക്ഷേ ഇതിൻ്റെ മധുരം ഇതും കാണുമ്പോഴേ പറിക്കാതിരിക്കാനും തോന്നില്ല. ഇല്ലെങ്കിൽ കടവാതിൽ ഫുള്ള് അടിച്ചുകൊണ്ട് പോകും. എന്തായാലും കുറച്ചെങ്കിലും കുറച്ച് പറിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.